ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കുറച്ച് വെഡ്ഡിങ് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് നോക്കാൻ പോകണം. ചിലപ്പോൾ എല്ലാവർക്കും ഇത് എസ്തറ്റിക് ആയിട്ട് തോന്നണമെന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യാം. ഞാൻ കഴിഞ്ഞ 2 ഹെയർ സ്റ്റൈൽസും ട്രൈ ചെയ്തപ്പോൾ ഹെയറിൽ ഓയിൽ വെച്ചിട്ടൊന്ന് ഹെയർ സ്റ്റൈൽ ചെയ്യാവോ, ഹെയറിൽ ഓയിൽ തേച്ചിട്ടൊന്ന് ഹെയർ സ്റ്റൈൽ ചെയ്യാവോ ഞാൻ ഓയിൽ തേച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റൈലിങ് തുടങ്ങിയാലും ഫസ്റ്റ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഫാൻ നോക്കത്തില്ല, എൻ്റെ മുടി വയ്ക്കില്ല. മേക്കപ്പ് ഫസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ ഇങ്ങനെ അയച്ച് ഓപ്പൺ ആക്കി ഇടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. ഞാൻ 2-3 കാണിക്കണം, എനിക്ക് ഇഷ്ടമുള്ള എടുത്ത കേസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം, നടുക്കന്ന് ഇങ്ങനെ വകന്ന് ആൻഡ് മുടിയിലെ ചട എല്ലാം കളയണം. ഓക്കെ, അങ്ങനെ കേസ് നമ്മൾ മുടിയിലെ ചടയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണിയുള്ളത് ഇവിടെയാണ്. ഇത്രയും ഭാഗം മാറ്റി വെക്കണം. only this much. ഓക്കെ, ബാക്കി ഹെയർസ് ബാക്കിലേക്ക് ആക്കുക. ഇവിടെ അതുപോലെ തന്നെ ഗേസ്. ഇവിടെയും എനിക്ക് കണ്ണ് കാണുന്നില്ല ഗേസ്. എൻ്റെ കമ്മൽ ബാക്കി എടുത്ത് നമുക്ക് ബാക്കിലോട്ട് കെട്ടാം. ഇപ്പം നമുക്ക് ഈ മുടിയുടെ ആവശ്യമില്ല, ബാക്കി മുടിയുടെ ഒന്നും. നമുക്ക് അത് നമുക്ക് ഈ സൈഡൊന്ന് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ നടുക്കുന്നൊരു ഭാഗം എടുക്കുന്നു ആൻഡ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതുപോലെ പിന്നുക. കുഞ്ഞു മുടിയെ കൊണ്ടൊരു സ്വൈര്യമില്ലല്ലോ. നമ്മൾ സാധാരണ പിന്നുന്ന പോലെ പിന്നണം. സാധാരണ നമ്മൾ ഫ്രഞ്ച് പിന്നില്ലേ, അതേപോലെ നമുക്ക് പിന്നണം. എനിക്ക് കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു. എനിക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ കൂട്ടിക്കെട്ടണം, എന്നിട്ട് പിന്നെയും പിന്നണം. പുറത്തുനിന്ന് നമ്മൾ കൂട്ടുന്നു, ഇവിടെ ഉള്ളത് എഗെയിൻ നമ്മൾ പിന്നുന്നു. ഇവിടെ നിന്ന് എടുക്കുന്നു, പിന്നുന്നു. ചെറിയ സ്ട്രാൻഡ് മതി കേട്ടോ ഗൈസ്. കാരണം എന്നെ പോലെ ഉള്ളില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല കുറേ എടുത്തു കഴിഞ്ഞാൽ. എടുക്കുന്ന സ്ട്രാൻഡ്സ് കുഞ്ഞ് സ്ട്രാൻഡ്സ് മതി. കണ്ടത് ഇത്ര എടുക്കുന്ന പോലെ ഈ ഒരു സ്ട്രാൻഡ് ഞാൻ എടുക്കുന്നു. കാണുന്നില്ല ഗൈസ് എനിക്ക്.
നമ്മൾ ഈ ഹെയറാണ് ഇതിങ്ങനെ പിന്നി 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 താഴെ വരെ എത്തിക്കണം. ഇങ്ങനെ വരിക. നിങ്ങൾ കെട്ടുമ്പോൾ എന്തായാലും നല്ല നീറ്റായിട്ട് കെട്ടണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കെട്ടുന്നത്. സോ ഞാൻ നീറ്റാക്കിയാലില്ലേലും അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കെട്ടുന്നില്ലേ, സോ പ്രശ്നം. നമുക്കിപ്പോൾ ഇത് വെച്ച് കെട്ടാം, കാരണം നമ്മൾ വേറൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ. ഇപ്പുറത്തൂടെ കെട്ടണം, അതേ സെയിം പോലെ ഇപ്പുറത്തൂടെ കെട്ടണം. ഇപ്പുറത്തെടുത്ത് ഉള്ളു കുറഞ്ഞു പോയതുപോലെ തോന്നുന്നു. അറിയില്ല, എനിക്ക് തോന്നുന്നതാണെന്ന്. കാരണം എനിക്ക് എപ്പോഴും അങ്ങനെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മൾ രണ്ടായിട്ട് കെട്ടാൻ പകരില്ല. അപ്പം എനിക്ക് ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവായിട്ട് തോന്നും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ ഹെയറിൻ്റെ ആണോ അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് ഗൈസ് ഒന്ന് കമൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. കാരണം ഞാൻ വെച്ചാൽ എൻ്റെ ഹെയറിൻ്റെ പ്രശ്നമായിരിക്കും. നീരാൻ ഗൈസ് നമുക്ക് മുകളിൽ പൊങ്ങിക്കും. സൈഡിലൊക്കെ പൊങ്ങിയെന്നാൽ കുഴപ്പമില്ല, പക്ഷെ മേളിൽ പൊങ്ങിയെന്ന് ഭയങ്കര വൃത്തിയായി. കൈ കഴക്കുന്നത് ഗൈസ് ഈ സമോഷയുള്ളവർ മാത്രമേ പരീക്ഷിക്കാവുള്ളൂ. കാരണം ഭയങ്കര കൈവേദന എടുക്കും എനിക്ക്. മേ ബി ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്, ചിലപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം കൈവേദന എടുക്കുന്നത്. ഗൈസ് ഞാൻ ഓർക്കും എൻ്റെ ഒരു റൂമിലെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം, പക്ഷെ റൂം അത്ര എന്താ വീഡിയോ എടുക്കാൻ ഓക്കെ അല്ല. കാരണം വേറെ ആൾക്കാരുണ്ട്, അവരുടെ പ്രൈവസി അതൊക്കെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ആണ് ഞാനിങ്ങനെ റൂം ടൂറല്ല, ഇത് എന്തെന്നാ ഒരു റൂമിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുക്കാത്തത്. അവർക്കൊരു ഇഷ്യൂ ആവണ്ടല്ലോ എന്നുകൂടെ വെച്ചിട്ടാണ്. നമുക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ റൂമിൽ ആരെങ്കിലുമൊക്കെ ജോലിക്ക് പോയി കഴിയുമ്പോഴായിരിക്കും ഞാൻ വീഡിയോ എടുത്തു തുടങ്ങുന്നത്. ചില സമയത്ത് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റാത്തപ്പോഴായിരിക്കും ഞാൻ പിന്നെ വീഡിയോ ഇടാത്തത്. ഇങ്ങനെയൊക്കെ ആക്ച്വലി വീഡിയോ എടുത്തതാണ്, പക്ഷെ അത് കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടില്ല. മാക്സിമം എങ്ങനെയും വീട്ടിലോട്ട് ഇടയ്ക്ക് പണ്ട് പോവായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പോകാൻ. കാരണം നമ്മളിവിടെ റെൻ്റ് കൊടുത്തിട്ട് നിൽക്കുമല്ലേ, നമ്മളെന്തായാലും ചുമ്മാ അപ്പം വീട്ടിൽ പോയൊക്കെ നിൽക്കണം. എനിക്കത് അത്ര ഫെയർ ആയിട്ട് തോന്നും. നമ്മളിവിടെ റെൻ്റ് കൊടുത്തിട്ട് നമ്മളവിടെ പോയി നിൽക്കുന്നു. നമ്മളിത് പിന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ വെച്ച് കെട്ടാൻ. വേറെ നയിച്ചിടാം. നമുക്ക് കാണാൻ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ എടുത്തില്ല. ഇങ്ങനെ പിടിച്ചിട്ട് മുടി വലിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള കൂടെ ഇങ്ങനെ ഊരി പോരും. ഇതാണ് ഒരു ഹെയർ സ്റ്റൈല്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
തോന്നുന്നു എൻ്റെ ഫേസിന് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ തോന്നുന്നു. അടുത്ത ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഗൈസ് സിമ്പിൾ അല്ല ബട്ട് എലഗൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ നിന്നൊരു എടുക്കുന്നു, ഇത്ര എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പിന്നത് വളരെ കിടക്കൊണ്ട് കുത്തുന്നു. ഭയങ്കര ലോറാക്കിയാണ് കേട്ടോ കുത്താൻ, ഈ ഒരു ഏരിയയാണ് കുത്താൻ. നമ്മൾ അടുത്തെടുക്കുന്നു, സെയിം ഡയറക്ഷനിൽ തന്നെ ചുരുട്ടണം, അതിൽ ഭയങ്കര വൃത്തിയായിട്ട് വരും. അതിൻ്റെ താഴെ അതിന് ചെറിയ ഒരു അതിൻ്റെ താഴെ ഗൈസ് അടുത്തെടുക്കുന്നു, സെയിം ഡയറക്ഷനിൽ തന്നെ അതിൻ്റെ താഴേക്ക് തന്നെ കുത്തണം. അതുപോലെ തന്നെ ഗൈസ് ഇപ്പുറത്ത് വേണം കേട്ടോ. അത് ഇച്ചിരി ഒന്ന് പൊക്കി കൊടുത്താൽ ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഇനിയാണ് ഗൈസ് നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കിലാണ് നമുക്ക് മെയിനായിട്ട് കുറേ ചെയ്യാനുള്ളത്. ഗൈസ് നമ്മൾ കുത്തുമ്പോൾ ബാക്കിലത്തെ ഹെയർ ബാക്കിൽ തന്നെയാണെന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഫ്രണ്ടിൽ കിടക്കണം, ബാക്കിലോട്ട് ഈടെ കുത്താറുള്ളത്. ഗൈസ് ഇനി നമ്മുടെ സ്ഥിര മുടികൾ കശിന് മറിക്കാനാണ് ഗൈസ് ഇതിരുന്നത്. ഗൈസ് ഇനിയാണ് നമുക്ക് മെയിൻ സാധനം വരുന്നത്. ഈ ഒരു ഹെയർ ആക്സസറീസ് നമുക്ക് ബാക്കിലോട്ട് ഇടാം. എനിക്ക് എൻ്റെ ഈ ഹെയറിൻ്റെ ബാക്ക് ഞങ്ങൾക്ക് കാണിച്ചത് ഭയങ്കര സൂപ്പറാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഈ സാധനം ഞാൻ തന്നെ സെല് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ കുറച്ച് ഹെയർ ആക്സസറീസ്, അതുപോലെ തന്നെ മാലയുണ്ട്, ബീഡഡ് ചെയിൻ, അങ്ങനെ കുറേ സംഭവമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബയോയിൽ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് പോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. മെസ്സേജ് അയച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് ഗൈസ്. അതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈലിലേക്ക് പോകാം ഗൈസ്. മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ. അത് നമ്മളിത് ഈ ഒരു ഹെയർ ആക്സസറീസ് വെച്ചായിരിക്കും സ്റ്റൈൽ ചെയ്യാൻ പോണത്. ഗൈസ് ഫസ്റ്റ് നമ്മളിത് ഇതൊന്ന് നീട്ടി എടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് സൈഡിലേക്ക് പകരം എൻ്റെ ചൂട് ഇങ്ങനെ വകുന്ന ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ എടുക്കുക. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പോയി ഇങ്ങനെ. ട്വിസ്റ്റ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ലൈഡ് കൊണ്ട് സെക്യൂർ ചെയ്യാം. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കണം. ഇനി ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സെക്യൂർ ചെയ്ത് വെച്ച് പിന്നൊന്ന് അഴിച്ച് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇത് രണ്ടൊന്ന് ഒരു ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്യാം. ഇത് രണ്ടൊരു ബാൻഡിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്കുള്ള ഹെയർ ഒന്ന് പിടിച്ചിടാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നിങ്ങനെ പിന്നെടുക്കണം. നോർമലി പിന്നെന്ന പോലെ പിന്നെയാൽ മതി. നമുക്ക് ഇതൊന്ന് തുമ്പത്തൊന്ന് കെട്ടി വെക്കാം. ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതൊന്ന് ഒരു ബൺ പോലെ നമുക്കൊന്ന് ബാക്ക് ഒന്ന് റെഡിയാക്കണം. വെച്ചിട്ട് നമ്മളിത് ഒരു ബൺ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ബണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് കൂട്ടി വെക്കാം. നമുക്കിപ്പോൾ ഒന്ന് സ്ലൈഡ് കുത്താം. കുഞ്ഞ് സ്ലൈഡാണ് നമുക്ക് വീട്ടിലെ.
നമുക്ക് അതൊന്നും തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് കാണിക്കാനാണ് ഗൈസ്. നമുക്കൊന്ന് കുറച്ച് കയറ്റി കുത്താം. ഇങ്ങനെ കുത്തുമ്പോൾ കുറച്ച് കയറ്റി കുത്താം. നിങ്ങൾക്ക് നല്ല വിസിബിൾ അല്ലാത്ത ഞാൻ നേരത്തെ കാണിച്ചത് ഗൈസ്. ഇതേ പോയിട്ട് പിന്നക്കില്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് സെക്യൂറായിട്ട് കുത്താൻ പറ്റും. ആക്ച്വലി എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഭയങ്കര ഈസിയാണ് ഗൈസ്. എനിക്ക് എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ചൂടെടുക്കുന്ന ആളാണ് ഗൈസ്. എനിക്ക് ഇങ്ങനെയൊക്കെ കെട്ടാൻ ഗൈസ്. നിങ്ങൾക്കിപ്പോൾ ഇത് കുറച്ച് ഫ്രണ്ടിൽ ഇച്ചിരി എമൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ കേൾ ചെയ്തിടാം. ആക്ച്വലി എനിക്ക് അങ്ങനെ കേൾ ചെയ്തിട്ടാലും വൃത്തിയായിട്ടായിരിക്കും ഗൈസ്. എൻ്റെ ഫ്രണ്ടിൽ മുടി ഇങ്ങനെ കിടന്നില്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഇട്ടത്. അപ്പോൾ ഗൈസ് എനിക്ക് ഞാൻ ബാക്കിലത് കാണിച്ചു തരാം. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ മൂന്നുമാണ് നമ്മുടെ പിൻട്രസ്റ്റ് എസ്തെറ്റിക് സ്റ്റൈലിലുള്ള നമ്മുടെ ഹെയർ സ്റ്റൈൽസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ എൻ്റെ ഈ ഹെയർ ആക്സസറീസ് വെച്ചിട്ടൊന്നും സ്റ്റൈൽ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. പക്ഷെ എനിക്ക് ഇപ്പം പെട്ടെന്ന് തോന്നിയാണ് അങ്ങനെ ചെയ്തതാണ് ഗൈസ്. ഗൈസ് അഥവാ നിങ്ങൾക്ക് ഈ ഹെയർ ആക്സസറീസും നെക്ലസും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി, നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് എന്താ ഡീറ്റെയിൽസ് ഇതിൻ്റെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് പ്രൊസീജിയർ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഹെയർ സ്റ്റൈൽസ്. അപ്പം ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ